സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ. ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ. ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി. ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുകൃതികളെ, എല്ലാവർക്കും വൈശാഖ മാസ ദിന നേരുന്നു. ഇപ്പോൾ വൈശാഖ മാസം തുടങ്ങിയിരിക്കുകയാണ്. ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ ശ്രീഹരിയുടെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം എല്ലാ സുഹൃത്തുക്കൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ദേവീനാരായണീയം പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ്. ദേവി നാരായണീയത്തിൽ 41 ദശകങ്ങളാണ് ഉള്ളത്. അദ്ദേഹം ഈ കാവ്യം ഭക്തി കൊണ്ടും വിഭക്തി കൊണ്ടും ഒരേപോലെ ശ്രദ്ധാവഹമായിട്ടുള്ള ഗ്രന്ഥമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അതായത് പാലേലി ശ്രീനാരായണ നമ്പൂതിരിയുടെ ദേവി നാരായണീയം എന്ന സ്തോത്രകാവ്യം ദേവി ഭാഗവതത്തെ അധികരിച്ച് 41 ദശകങ്ങളിലായി രചിച്ചിട്ടുള്ളതാണ് ഈ കാവ്യം. ഭക്തി കൊണ്ടും വിഭക്തി കൊണ്ടും ഒരേപോലെ ശ്രദ്ധാവഹമായിട്ടുള്ള ഗ്രന്ഥമാണ് ഇത്. ദേവി നാരായണീയത്തിൽ നാം ഇതുവരെ പഠിച്ചത് 1 മുതൽ 26 വരെയുള്ള ദശകങ്ങൾ. അതിലെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം അനുസ്മരിച്ചു. ഇന്ന് ഈ പഠന ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ദശകം 27 ശതാക്ഷി അവതാരം.
അതിൽ ശ്ലോകങ്ങൾ 1, 2, 3, 4, 5, 6 ഈ 6 ശ്ലോകങ്ങളാണ് നാം ഇന്ന് പഠന ക്ലാസ്സിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ദേവി ശതാക്ഷിയും ശാകംഭരിയും ആയ കഥ, അതാണ് ഇവിടെ ഈ ദശകത്തിലെ പ്രതിപാദ്യം. നമുക്ക് ആദ്യം ശ്ലോകങ്ങളുടെ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീദേവി നാരായണീയം, ദശകം 27, ശതാക്ഷി അവതാരം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം, ശ്രീ മഹാദേവീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 1 പാരായണം. ദൈത്യഃ പുരാ കശ്ചന ദുർഗമാഖ്യഃ പ്രസാദിതാത് പദ്മഭവാത് തപോഭിഃ അവൈദികം വൈദികമപ്യഗൃണ്ണാൻ മന്ത്രം സമസ്തം ദിവിഷജ്ജയൈഷി. ശ്ലോകം 2. വേദേ ഗൃഹീതേ ദിദിജേന വിപ്രാഃ ശ്രുതിസ്ഥിരാ വിസ്മൃതവേദമന്ത്രാഃ സാന്ധ്യാനി കർമാണ്യപി നൈവ ചക്രുഃ ക്ഷിതിസ്ത്വവേദാധ്യയനാ ബഭൂവ. ശ്ലോകം 3. ഹൃതേഷു മന്ത്രേഷു അഖിലേഷു പൂജായജ്ഞാദിഭൂമൗ ന കൃതം മനുഷ്യൈഃ സുരാ അശക്താസ്തദലാ ഭഗിന്ന ദൈത്യേന യുദ്ധേ ബലിനാ ജിതാശ്ച. ശ്ലോകം 4. ത്യക്ത്വാ ദിവം തേ ഗിരിഗഹ്വരേഷു നിലീയ വർഷാണി ബഹൂനി നിന്യുഃ വൃഷ്ടേരഭാവാദ് ധരണീ ച ശുഷ്കജലാശയ തർഷനിപീഡിതാഭൂത്. ശ്ലോകം 5. സർവേ തൃഷാർത്താശ്ച ഹിമാദ്രിമീത്യ ത്വാം ധ്യാനപൂജാനുതിഭിർഭജന്തഃ പ്രസാദയാമാസുരനേകകോടിബ്രഹ്മാണ്ഡകർത്രീം അഖിലാർത്തിഹന്ത്രീം. ശ്ലോകം 6. ദൃഷ്ടാ ദയാർദ്രാക്ഷിശതാ ത്വമേഭിഃ കൃപാശ്രുവർഷൈർനവരാത്രമുർവ്യാം ജലാശയാൻ പൂർണ്ണജലാംശ്ചകർഥഃ ജനാഃ ശതാക്ഷീത്യഭിധാം ദദുസ്തേ. ഒരിക്കൽ കൂടി ആ ശ്ലോകം. ദൃഷ്ടാ ദയാർദ്രാക്ഷിശതാ ത്വമേഭിഃ കൃപാശ്രുവർഷൈർനവരാത്രമുർവ്യാം ജലാശയാൻ പൂർണ്ണജലാംശ്ചകർഥഃ ജനാഃ ശതാക്ഷീത്യഭിധാം ദദുസ്തേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 1 പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. പദച്ഛേദത്തിലേക്ക് പ്രവേശിക്കാം. ദൈത്യഃ പുരാ കശ്ചന ദുർഗമാഖ്യഃ പ്രസാദിതാത് പദ്മഭവാത് തപോഭിഃ അവൈദികം വൈദികം അപി ഗൃണ്ണാൻ മന്ത്രം സമസ്തം ദിവിഷജ്ജയൈഷി. പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. പുരാ ദുർഗമാഖ്യ, പുരാ എന്ന് വെച്ചാൽ പണ്ട്, ദുർഗമൻ, ദുർഗമാഖ്യ എന്ന് വെച്ചാൽ ദുർഗമൻ എന്ന, ദുർഗമാഖ്യ ദുർഗമൻ എന്ന കശ്ചന ദൈത്യ, ഒരു അസുരൻ, ദിവിഷജ്ജയൈഷി ദേവന്മാരെ ജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇച്ഛിച്ചുകൊണ്ട്, തപോവിഹി പ്രസാദിതാത് തപസ്സുകളാൽ പ്രസാദിതനായ, പത്മഭവാത്, ആരാണ് പത്മഭവാത്? പത്മത്തിൽ നിന്നും ഉദ്ഭവിച്ചവൻ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൽ നിന്ന് അവൈദികം, വേദങ്ങളിൽ പെടാത്തതും വൈദികം അപി, അവയിൽ ഉൾപ്പെട്ടതും ആയ സമസ്തം മന്ത്രം, എല്ലാ മന്ത്രവും അഗൃഹണാത് ചോദിച്ചു വാങ്ങി.
ഈ ദശകം 27 ശതാക്ഷി അവതാരമാണ്. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ദേവി ശതാക്ഷിയും ശാകംഭരിയുമായ കഥ, അതാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിലാദ്യം പറയുന്നു ദുർഗമൻ എന്ന ഒരു അസുരന്റെ കഥ. ഈ ദുർഗമൻ എന്ന അസുരൻ ദേവന്മാരെ ജയിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്തിനായി കഠിനമായ തപസ്സു ചെയ്യുവാൻ തുടങ്ങി. നിരാഹാരനായി 1000 കൊല്ലം തപസ്സു ചെയ്തു എന്നാ പറയണ ഈ അസുരൻ. ബ്രഹ്മാവ് അസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. വേദമന്ത്രങ്ങളും അതേപോലെ വേദേതര മന്ത്രങ്ങളും തനിക്ക് സ്വന്തമായി തരയണമെന്ന് വരമായിട്ട് ആ അസുരൻ ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് അസുരന് അത് നൽകുകയും ചെയ്തു. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. അതായത് ദുർഗമൻ എന്ന അസുരൻ ദേവന്മാരെ ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 1000 കൊല്ലം നിരാഹാരനായിട്ട് 1000 കൊല്ലം തപസ് ചെയ്തു. ആ തപസ്സിൽ ബ്രഹ്മാവ് പ്രസന്നനാവുകയും ആ അസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് ആ അസുരൻ ബ്രഹ്മാവിനോട് എന്താണ് അപേക്ഷിച്ചത് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചത്? വേദമന്ത്രങ്ങളും വേദേതര മന്ത്രങ്ങളും തനിക്ക് സ്വന്തമായി തരയണമെന്ന് ആ അസുരൻ അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് അസുരനത് നൽകുകയും ചെയ്തു എന്ന് പറയുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 2 പദച്ഛേദമന്വയം വ്യാഖ്യാനം. വേദേ ഗൃഹീതേ ദിതിജേന വിപ്രാഹ ശ്രുതിസ്ഥിരാഃ വേദമന്ത്രാഃ സാന്ധ്യാനി കർമാണി അപി ന ഏവ ചക്രുഃ ക്ഷിതിഃ തു അവേദാധ്യയന ബഭൂവ. അന്വയാർത്ഥം നോക്കാം. ദിതിജേന വേദേ ഗൃഹീതേ. ദിതിജൻ ആണ് അസുരനൻ. ഈ അസുരനാൽ വേദം ഗ്രഹിക്കപ്പെട്ടപ്പോൾ ശ്രുതിസ്ഥിരാഃ വിപ്രാഹ, വേദത്തിൽ സ്ഥിരതയുള്ള ബ്രാഹ്മണര്, വിപ്രാഹ അതാണ് വിപ്രന്മാർ എന്നാണ് ബ്രാഹ്മണരെ പറയുന്നത്, വേദജ്ഞന്മാർ. ബ്രാഹ്മണര് വിസ്മൃത വേദമന്ത്രാഹ, വിസ്മൃതം എന്ന് വെച്ചാൽ വേദമന്ത്രങ്ങളൊക്കെ അവർ മറന്നു. സാന്ധ്യാനി കർമാണി അപി, ത്രിസന്ധ്യാകർമ്മങ്ങൾ പോലും ന ചക്രുഹൂയവ, അവർ ചെയ്യാതെയായി. ക്ഷിതിഹീതു, ക്ഷിതിച്ചാൽ ഭൂമി, ഈ ഭൂമിയിൽ അവേദാധ്യയന ബഭൂവ, വേദാധ്യയനമേ ഇല്ലാതെയായി. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. അസുരന്റെ കയ്യില് ഈ വേദമന്ത്രങ്ങളും വേദേതര മന്ത്രങ്ങളും അല്ലെങ്കിൽ വേദത്തിന് ഇതരമായിട്ടുള്ള ആ മന്ത്രങ്ങളും എല്ലാ മന്ത്രങ്ങളും അസുരന്റെ കയ്യിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ദോഷം ഉണ്ടായി. ഈ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വേദേ ഗൃഹീതേ ദിതിജേന, അസുരനാൽ വേദം ഗ്രഹിക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ശ്രുതിസ്ഥിര വിപ്രാഹ, വേദത്തിൽ സ്ഥിരതയുള്ള ബ്രാഹ്മണർ പോലും വേദമന്ത്രങ്ങളൊക്കെ മറന്നുപോയി. വിസ്മൃത വേദമന്ത്രാഹ എന്ന് തന്നെയുമല്ല, സാന്ധ്യാനി കർമാണിയപി, സന്ധ്യാവന്ദനാദികൾ, അതിൽ ആ സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ പോലും അവർ ചെയ്യാതെയായി. ക്ഷിതിഹിത്തു, ഭൂമിയിൽ അവേദാധ്യയന ബഭൂവ, അതായത് വേദാധ്യയനമേ ഇല്ലാതെയായി എന്ന് പറയണു. ബ്രാഹ്മണരെപ്പോഴും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ ബ്രാഹ്മണർ അല്ലെങ്കിൽ വേദജ്ഞർ എന്നൊക്കെ പറയുന്നത്, എന്നൊക്കെ അവരെ അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. ദുർഗമൻ എന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വേദമന്ത്രങ്ങൾ വളരെ സൂത്രത്തിൽ അപഹരിച്ചു. അതോടെ എന്തായി? ബ്രാഹ്മണര് വേദമന്ത്രങ്ങളെല്ലാം അവർക്ക് ജപിക്കാൻ പോലും പറ്റാതായി. വേദമന്ത്രങ്ങളൊക്കെ മറന്നതുകൊണ്ട് അവർക്ക് ആ മന്ത്രങ്ങൾ ജപിക്കാൻ അവർക്ക് പറ്റാതെയായി. ഓർമ്മയില്ല, മറന്നുപോയി. 3 സന്ധ്യകളിലും ചെയ്യേണ്ടതായ കർമ്മങ്ങൾ, അതായത് പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും പ്രദോഷത്തിലും ചെയ്യേണ്ടതായ ഉപാസനാകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. പക്ഷേ ബ്രാഹ്മണരുടെ മനസ്സിൽ നിന്ന് വേദമന്ത്രങ്ങളൊക്കെ പോയി, മറന്നുപോയില്ലേ അവര്? അത് പോയതോടുകൂടി വൈദിക കർമ്മങ്ങൾ പോലും അനുഷ്ഠിക്കാൻ പറ്റാതെയായി. അങ്ങനെ ബ്രാഹ്മണര് സന്ധ്യാവന്ദനാദികൾ പോലും
വിട്ടു. അതോടെ ഭൂമിയിൽ വേദത്തിൻ്റെ ശബ്ദമേ ഇല്ലാതെയായി. വേദങ്ങൾ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആ ഏർപ്പാടും ഇല്ലാതെയായി. അങ്ങനെ വേദത്തിന് വലിയ നാശം സംഭവിച്ചു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. കൃതേഷു മന്ത്രേഷു അഖിലേഷു പൂജാ യജ്ഞാദി ഭൂമൗ ന കൃതം മനുഷ്യൈഃ സുരാഃ അശക്താഃ തദലാഭഖിന്നാഃ ദൈത്യേന യുദ്ധേ ബലിനാ ജിതാഃ ച. മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ പദങ്ങൾ, ആ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. അഖിലേഷു മന്ത്രേഷു, എല്ലാ മന്ത്രങ്ങളും, ഹൃതേഷു അപഹരിക്കപ്പെട്ടതോടുകൂടി, ഭൂമവും മനുഷ്യ ഭൂമിയിലെ മനുഷ്യരാൽ പൂജായജ്ഞാദി നകൃതം, മനുഷ്യരാൽ പൂജ യജ്ഞം മുതലായവയൊന്നും ചെയ്യപ്പെട്ടില്ല. തദലാഭകിന്ന ഹരേ കൃഷ്ണ, അമ്മേ ശരണം. തദലാഭകിന്ന, അതായത് ലാഭം എന്ന് വെച്ചാൽ അതായത് ആ യജ്ഞമൊന്നും ചെയ്യാത്തത് കൊണ്ട്, അവ ലഭിക്കാത്തതിനാൽ. ഇപ്പോൾ ദേവന്മാർക്കൊക്കെ പൂജകളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യണം, മനുഷ്യന്മാരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളതൊന്നും അവർക്ക് കിട്ടാതെയായി, അവർക്ക് ലഭിക്കാത്തതിനാൽ വളരെയധികം വിഷമിച്ചു, ഖിന്നന്മാരായി അവർ. അശക്തന്മാരുമായി. സുരാഹ ബലിന ദൈത്യേന യുദ്ധേ, ദേവന്മാര് ബലവാനായ അസുരനാൽ യുദ്ധത്തിൽ ജിതാഹാച തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ അസുരന്മാര് ദേവന്മാർക്ക് ക്ഷയം എപ്പോഴാണോ വരുന്നത് അത് നോക്കിയിരിക്കുകയാണ് ഈ അസുരന്മാർ. എങ്കിലേ ആ ദേവന്മാരോടുകൂടി അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്, വൈദികവും അവൈദികവുമായ എല്ലാ മന്ത്രങ്ങളും ആരുടെ കൈവശത്തിലായത്? ആ ദുർഗമൻ എന്ന അസുരന്റെ കൈവശത്തിലായി. അതോടുകൂടി മന്ത്രങ്ങളെല്ലാം മനുഷ്യര് മറന്നു. മനുഷ്യരാണല്ലോ ഭൂമിയിൽ ഈ പൂജ യജ്ഞം മുതലായ സത്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. അതവർക്ക് സാധിക്കാതെയായി. ആ മനുഷ്യർ ഭൂമിയിൽ ചെയ്യുന്ന പൂജായജ്ഞാദികളാണ് ദേവന്മാരെ നിലനിർത്തുന്നതും പുഷ്ടിപ്പെടുത്തുന്നതും. അപ്പോൾ പൂജാദികളൊക്കെ നടക്കാതായപ്പോൾ ദേവന്മാര് വിഷമിച്ചു, അവർ വല്ലാതെ തളർന്നു, ക്ഷീണിച്ചു. അതോടുകൂടി അവർ ദുർബലരുമായപ്പോൾ ഈ അസുരന്മാർ അതിൻ്റെ ആ അവസരം തക്കം നോക്കിയിരിക്കുകയാണ്. ആ ദുർഗമാസുരൻ എന്താ ചെയ്തത്? സ്വർഗലോകം ആക്രമിച്ചു. തുടർന്ന് വലിയൊരു യുദ്ധവും നടന്നു. ആ യുദ്ധത്തിൽ എന്താ പറ്റിയത്? ദേവന്മാർ തോറ്റു എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഈ ദേവന്മാരെപ്പോഴും വളരെ നല്ല സാത്വികന്മാരാണ്. ഈ അസുരന്മാര് ദേവന്മാരെപ്പോഴാണോ ക്ഷീണിതരാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണ് അവരുടെ ബലം പോകണത് എന്ന് നോക്കിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, എല്ലാ മന്ത്രങ്ങളും അപഹരിക്കപ്പെട്ടു അല്ലേ? ആ ദുർഗമാസുരൻ അപഹരിച്ചു. ഭൂമിയിൽ മനുഷ്യരൊന്നും പൂജകളും ഒന്നും ചെയ്യാതെയായി. എന്തുകൊണ്ടാ? പൂജകളും യജ്ഞങ്ങളും ഒന്നും ചെയ്യാതായതോടുകൂടി അതിൻ്റെ ആ സാരം ദേവന്മാർക്ക് ലഭിച്ചില്ല. പൂജകളും യജ്ഞങ്ങളും ചെയ്യുമ്പോഴാണ് അതിൻ്റെ സാരം അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ മനുഷ്യന്മാർ അതൊന്നും ചെയ്യാതെയായി. അപ്പോൾ ദേവന്മാർക്ക് അത് ലഭിക്കാതെയുമായി. അവിടെ ദേവന്മാരുടെ ശക്തി എന്ന് പറയുന്നത് ഈ പൂജയും യജ്ഞങ്ങളും മന്ത്രങ്ങളും ഒക്കെയാണ്. മനുഷ്യരാണ് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് അല്ലേ? അപ്പോൾ ആ മനുഷ്യർ മന്ത്രങ്ങളൊക്കെ മറന്നു. പൂജായജ്ഞം മുതലായ സത്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ അവർക്ക് സാധിക്കാതെയായി. ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന പൂജയജ്ഞാദികളാണ് ദേവന്മാരെ നിലനിർത്തുന്നതും പുഷ്ടിപ്പെടുത്തുന്നതും. അപ്പോൾ പൂജാദികൾ നടക്കാതായപ്പോൾ ദേവന്മാർ ക്ഷീണിച്ചു. അവർ വല്ലാതെ വിഷമത്തിലായിപ്പോയി. അവ ലഭിക്കാത്തതിനാൽ അവർ ബലവാന്മാരായ ദൈത്യേന യുദ്ധേ, ആ ദേവന്മാരെ അസുരന്മാരാൽ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ്? ദേവന്മാര് ദുർബലരാണ് എന്നറിഞ്ഞ ആ അസുരന്മാരെ തക്ക നോക്കിയിരിക്കുകയാണ്.
ദുർഗമാസുരൻ പ്രത്യേകിച്ച് ആ ദുർഗമാസുരൻ സ്വർലോകം ആക്രമിച്ചു, സ്വർഗലോകത്തെ ആക്രമിച്ചു. അതേ തുടർന്ന് വലിയൊരു യുദ്ധം നടക്കുകയും യുദ്ധത്തിൽ ദേവന്മാർ തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വൈദികവും അവൈദികവുമായ എല്ലാ മന്ത്രങ്ങളും ആ അസുരന്റെ കൈവശത്തിലായി അല്ലേ. ആ അസുരന്റെ കൈവശത്തിലായപ്പോൾ അവർക്ക് ആ ഭൂമിയിൽ മനുഷ്യർ പൂജയും ചെയ്യാതെയായി. വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെയാണ് ദേവന്മാരുടെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ പൂജയജ്ഞമൊന്നും അങ്ങനെയുള്ള സത്കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ അവർക്ക് സാധിക്കാതെയായി. ഈ മനുഷ്യർക്ക് ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന ആ പൂജയജ്ഞാദികളാണ് ദേവന്മാരെ നിലനിർത്തുന്നതും പുഷ്ടിപ്പെടുത്തുന്നതും ഒക്കെ. അപ്പോൾ പൂജ ആദികളൊന്നും നടക്കാതായപ്പോൾ ദേവന്മാർ, ബലവാന്മാരായുള്ള ദേവന്മാരൊക്കെ അബലവാന്മാർ, അതായത് അവർക്ക് ശക്തിയില്ലാതെയായി. അവരുടെ ബലമൊക്കെ നഷ്ടപ്പെട്ടു. അവർ ക്ഷീണിച്ചു ദേവന്മാര്. അവർക്കതിൽ വളരെ വിഷമവും ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ എന്തായി, അസുരന്മാര് ഈ ദേവന്മാര് ദുർബലരാണെന്ന് അറിഞ്ഞ സമയത്ത് ആ തക്കം നോക്കി ദുർഗമാസുരൻ തൻ്റെ സൈന്യങ്ങളോടുകൂടി സ്വർഗലോകം ആക്രമിച്ചു. അവിടെ നിന്ന് ദേവന്മാർ സ്വർഗം വിട്ട് അവർക്ക് പോകേണ്ടതായി വന്നു. അതിനെ തുടർന്ന് ആ സ്വർഗലോകത്തിലേക്ക് അസുരന്മാര് ആക്രമിച്ചപ്പോൾ വലിയൊരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ ദേവന്മാര് തോൽപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ശ്ലോകം 4 പദച്ഛേദം നോക്കാം. ത്യക്ത്വാ ദിവം തേ ഗിരിഗഹ്വരേഷു നിലീയ വർഷാണി ബഹൂനി നിന്യുഃ വൃഷ്ടേ അഭാവാത് ധരണീച ശുഷ്കജലാശയാ കർഷനിപീഡിത അഭൂത്. തേ ദിവം ത്യക്ത്വ, അവർ ആര്, ദേവന്മാര് സ്വർഗലോകം വിട്ടു. ഗിരിഗഹ്വരേഷു നിലിയ, അതായത് ഗിരിഗഹ്വരേഷു വെച്ചാൽ ഗുഹകള്, പർവ്വത ഗുഹകളിൽ ഒളിച്ചു അവര്. ബഹൂനി വർഷാണി നിന്യുഹു, അനേക വർഷങ്ങൾ അങ്ങനെ അവർ കഴിച്ചുകൂട്ടി. ധരണീച, ഭൂമിയാകട്ടെ വൃഷ്ടേഹേ അഭാവാത്, മഴ ഇല്ലായകയാൽ ശുഷ്കജലാശയ, ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ട്. തർഷനിപീഡിതാഭൂത്, ദാഹത്താല് പീഡിതയായി. ഈ ശ്ലോകത്തിലെ വിവരണം പറയുന്നു, ദുർഗമാസുരൻ തൻ്റെ അനുയായികളോടുകൂടി സ്വർഗത്തിലേക്ക് കയറി ചെന്നു, യുദ്ധം ചെയ്തു, ദേവന്മാര് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ദേവന്മാര് പെട്ടെന്ന് തന്നെ ആ സ്വർഗലോകം വിട്ട് അവർ പർവ്വത ഗുഹകളിൽ ഒളിച്ചു താമസിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആ അസുരന്മാരെങ്ങനെ ഒളിച്ചു താമസിച്ചു അല്ലേ? ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന ആരാ? ആ ജോലി ഇന്ദ്രൻ്റെതാണ്. ഇന്ദ്രനും ദേവന്മാരും ഒക്കെ സ്വർലോകം വിട്ടപ്പോൾ മഴ പെയ്യിക്കാൻ ആളില്ലാതെയായി. ഈ അസുരൻ അതിലൊന്നും വലിയ താല്പര്യമില്ല. ഏതായാലും മഴ പെയ്യാത്തത് കൊണ്ട് ഭൂമിയിൽ ജലം ഇല്ലാതെയായി. മഴയില്ല, ജലവുമില്ല. ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു, ജീവജാലങ്ങളൊക്കെ ജലം കിട്ടാതെ ദാഹിച്ചും വലഞ്ഞു എന്ന് പറയുന്നു. അതായത് ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത് അല്ലേ? ഇന്ദ്രനും ദേവന്മാരും സ്വർഗലോകം വിട്ടപ്പോൾ മഴയുടെ ആ വകുപ്പ് പ്രവർത്തിക്കാൻ ആളെ ഇല്ലാതെയായി. മഴ പെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഭൂമിയിലെ ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ജലം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞു എന്ന് പറയുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്ലോകം 5 പദച്ഛേദം. സർവേ തൃഷാർത്താഃ ച ഹിമാദ്രിം ഏത്യ ത്വാം ധ്യാനപൂജാനുതിഭിഃ ഭജന്തഃ പ്രസാദയാമാസുഃ അനേകകോടി ബ്രഹ്മാണ്ഡകർത്രീം അഖിലാർത്തിഹന്ത്രീം. ഈ
അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. തൃഷാർത്താഹ സർവേച, ദാഹിച്ചു വലഞ്ഞു അല്ലേ ജനങ്ങളൊക്കെ, മഴയില്ല. അപ്പോ ഭൂമിയിലുള്ള ജനങ്ങളൊക്കെ ദാഹിച്ചു വലഞ്ഞു. അവരെല്ലാവരും ഹിമാദ്രിം ഏത്യ, ഹിമാലയത്തിൽ ചെന്നു. അവിടെ വന്ന് ധ്യാനപൂജാനുതിഭിഹി, ധ്യാനം, പൂജ, സ്തുതി എന്നിവയാൽ നിതിരുവടിയെ ഭജിച്ചു, ഭഗവതിയെ ഭജിച്ച് അനേക കോടി ബ്രഹ്മാണ്ടകർത്രയും, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ചവളും അഖിലാർത്തിഹന്ത്രിയും സർവദുഃഖ സംഹാരിണിയുമായ ത്വാം പ്രസാദയാമാസുഹു, അവിടുത്തെ പ്രസാദിപ്പിച്ചു, ദേവിയെ പ്രസാദിപ്പിച്ചു അവര്. അതായത് മഴ പെയ്യാതായാൽ എന്താവും സ്ഥിതി? ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു പോകും അല്ലേ? തൃഷാർത്താ സർവേച, എല്ലാവരും ദാഹിച്ചും വലഞ്ഞു, ജനങ്ങളൊക്കെ ദാഹിച്ചു വലഞ്ഞു, അവർക്ക് ഒരു തുള്ളി ജലം പോലും കിട്ടാതെയായി. അവരെല്ലാവരും കൂടി ഹിമാലയത്തിൽ ചെന്ന് ധ്യാനം, പൂജ, സ്തുതി ഈ 3 വഴികളിലൂടെ ആ ഭഗവതിയെ ഭജിച്ചു. എന്നിട്ടോ അനേക കോടി ബ്രഹ്മാണ്ടകർത്രയും അഖിലാർത്തിഹന്ത്രിയും, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നവളും എല്ലാവരുടെയും സകല ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നവളും ആയിട്ടുള്ള ആ ദേവിയെ അവർ പ്രസാദിപ്പിച്ചു. ഇവിടെ ദേവിയുടെ അനുഗ്രഹത്തിന്റെ വർഷം ഇവിടെ ഉണ്ടായി എന്നാ പറയണം. അപ്പോ ഭൂമിയിൽ മഴയില്ലാതെയായി. പക്ഷേ ഇവരെല്ലാവരും ചെന്ന് ആ ഹിമാലയത്തിൽ ചെന്ന് ധ്യാനം, പൂജ, സ്തുതി ഒക്കെ ചെയ്തപ്പോ അവിടെ ദേവിയുടെ അനുഗ്രഹ വർഷമാണ് അവിടെ ഉണ്ടായത് എന്ന് പറയുന്നു. ഭൂമിയിൽ മഴയില്ലാതായപ്പോൾ എല്ലാവരും ദാഹം കൊണ്ട് വലഞ്ഞു. അപ്പോൾ ദേവന്മാര് ഹിമാലയ പർവ്വതത്തിലൊക്കെ ചെന്ന് ദേവിയെ ഭക്തിയോട് ഭജിക്കാൻ തുടങ്ങിയതോടുകൂടി ദേവിയുടെ അനുഗ്രഹ വർഷം അവിടെ ചൊരിഞ്ഞു. ചിലര് ദേവിയെ ധ്യാനിച്ചു, ചിലര് ദേവിയെ പൂജിച്ചു, വേറെ ചിലര് ദേവിയെ സ്തുതിച്ചു. അങ്ങനെ ദേവിക്ക് ഇവരുടെ ദുഃഖം തീർക്കാൻ ഒരു പ്രയാസവുമില്ല. ഭക്തന്മാര് പ്രാർത്ഥിച്ചാൽ ദേവി എല്ലാവരുടെയും ദുഃഖങ്ങളെ തീർത്തു കൊടുക്കുന്നവളാണ്. അഖിലാർത്തിഹന്ത്രിയാണ്, എല്ലാവരുടെയും ദുഃഖങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നവളാണ് ദേവി. ദേവിക്ക് കഴിവും കനുവും ഉണ്ട് അല്ലേ? ആ ദേവി ദേവന്മാരുടെ ധ്യാനപൂജാദികൾ കൊണ്ട് അത്യധികം സന്തോഷിച്ചു, പ്രസാദിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത 6ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ദൃഷ്ട ദയാർദ്രാക്ഷി, ദയാർദ്ര അക്ഷി ശത, അതാണ് ദയാർദ്രാക്ഷി ശത. ത്വാം ദയാർദ്ര അക്ഷി ശത ത്വം ഏഭിഹി, ത്വമേഭിഹി ത്വം ഏഭിഹി കൃപാശു വർഷൈഹി നവരാത്രം ഉർവ്യാം ജലാശയാൻ പൂർണ്ണ ജലാൻ ജനാഹ ചകർത്ഥ ശതാക്ഷി ഇതി അഭിതാം ദദുഹു തേ. അന്വയം. ദയാർദ്രാക്ഷി ശതാ ത്വം, കരുണ കൊണ്ട് നനഞ്ഞ 100 കണ്ണുകളോട് കൂടിയവളായി ആ ഭഗവതി. ഇവരുടെ പൂജയും ആ ധ്യാന പൂജാദികളൊക്കെ കൊണ്ട് ദേവി പ്രസാദിച്ചപ്പോ ആ ദേവി കരുണ കൊണ്ട് നനഞ്ഞ 100 കണ്ണുകളോട് കൂടിയവളായി തീർന്നു. ഏഭിഹി ദൃഷ്ട, അങ്ങനെ ഇവരാൽ കാണപ്പെട്ടു. എന്നിട്ടോ നവരാത്രം 9 രാത്രി തുടർച്ചയായി കൃപാശ്രുവർഷൈഹി, കൃപാശ്രുക്കൾ വർഷിക്കുക വഴി ഉർവ്യാം ജലാശയാൻ, ഭൂമിയിലെ ജലാശയങ്ങളിലൊക്കെ പൂർണ്ണജലാഞ്ചകഥ, അവിടുന്ന് വെള്ളം നിറച്ചു. അതായത് ദേവിയുടെ ആ കൃപാശ്രുവർഷം അവിടെ ഉണ്ടായി. കൃപാശ്രുക്കളാണ് വർഷിച്ചത്. ആ ജലാശയം, ഭൂമിയിലെ ജലാശയങ്ങളൊക്കെ വെള്ളം നിറഞ്ഞു. ജനാഹ ശതാക്ഷി ഇതി, അപ്പോ ജനങ്ങളൊക്കെ ദേവിയെ ശതാക്ഷി എന്ന് പേര് നൽകി. ആ ദേവിക്ക് ജനങ്ങള് പേരെന്താ നൽകിയത്? ശതാക്ഷി. അതായത് ദേവിയുടെ ആ സന്തോഷം ഉണ്ടല്ലോ, അത്
കരുണയുടെ കണ്ണീർ തുള്ളികളായി പെയ്തു എന്ന് ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് പറയുകയാണ്. ദയാർദ്രാക്ഷി ശതാത്വം, കരുണ കൊണ്ട് നനഞ്ഞ നൂറ് കണ്ണുകളോട് കൂടിയവളായി ആ ദേവി ഇവരുടെ മുന്നിൽ കാണപ്പെട്ടു. അവർക്ക് അങ്ങനെയാണ് കാണപ്പെട്ടത്. അങ്ങനെ പ്രത്യക്ഷയായി 9 രാത്രി തുടർച്ചയായി ദേവിയുടെ ആ കൃപ, ദേവിയുടെ ആ കൃപയുടെ കണ്ണീർ മഴ എന്ന് പറയില്ലേ, 9 ദിവസം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉർവ്യാം ജലാശയാൻ, ഭൂമിയിലെ ജലാശയങ്ങളൊക്കെ വെള്ളം നിറഞ്ഞു, ഭൂമിയിൽ വെള്ളം നിറഞ്ഞു. പൂർണ്ണജലാഞ്ചകർത്ത. അതുകൊണ്ട് ദേവിയെ ജനങ്ങള് ശതാക്ഷി എന്ന് വിളിക്കാൻ തുടങ്ങി. 100 കണ്ണുകൾ ഉള്ളവളാണ്, 100 കണ്ണുകൾ ഉള്ളവൾ. അമ്മയുടെ കാരുണ്യം അത്രയ്ക്ക് വലുതാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ കൃപാവർഷത്താൽ ഭൂമി മുഴുവൻ നനഞ്ഞു. ജലാശയങ്ങളിലൊക്കെ എവിടെ നോക്കിയാലും ഏതെല്ലാം ജലാശയങ്ങൾ വറ്റി വരണ്ടിരുന്നുവോ ആ ജലാശയങ്ങളൊക്കെ അങ്ങനെ നിറഞ്ഞു, വെള്ളം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ആ ദേവി ശതാക്ഷി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു എന്ന് ഈ 6ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.